ഗായത്രി ഹലോ. താങ്ക് യു. ഞാൻ തന്നെ എനിക്ക് ക്ലാപ്പ് ചെയ്യാം. തിയേറ്ററിലെ പടം കണ്ട എല്ലാവരും ക്ലാപ്പ് ചെയ്യും. പെർഫോമൻസ് കണ്ടിട്ട് അച്ഛൻ അമ്മ. പടത്തിന്റെ ജോണർ ഒരു അഡ്വഞ്ചർ കോമഡി ത്രില്ലർ ആണല്ലോ. അല്ല അല്ല ത്രില്ലർ കോമഡി സിനിമ ഇറക്കിയിട്ട് കുറച്ചായി. അപ്പൊ അത് ആളുകൾ ഏറ്റെടുക്കട്ടെ, സിനിമ വിജയാവട്ടെ. സിനിമ കാണാൻ പോകുന്ന ആളുകളോട് എന്തെങ്കിലും പറയാനുണ്ടോ? ടിക്കറ്റ് എടുക്കാം. തൊടുപുഴയെന്ന് വെച്ചാൽ എന്റെ നാടല്ല, അവിടെ നല്ല സുഖമായിരിക്കും ഷൂട്ടിംഗ്. എന്ത് സംശയം മനുഷ്യരാട്ടോ അവിടെ. ഞാൻ അവിടെ നിന്നല്ലേ. എനിക്ക് അത്ഭുതം നീ ഒഴിച്ച് ഞാൻ എല്ലാ തൊടുപുഴക്കാരും നല്ല കക്ഷികളാണ്. എന്റെ നാട് എനിക്കെന്നും പ്രിയമാണ്, എന്റെ നാട്ടുകാരും എനിക്ക് പ്രിയമാണ്. തൊടുപുഴയിൽ നാട്ടുകാർക്ക് നിങ്ങളെ പ്രിയമാണോ? ഇതിന്റെ കമന്റുകൾ നമുക്കിത് കഴിയുമ്പോൾ വായിച്ചു. രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ. എന്റെ ഒരു അഭിപ്രായത്തിൽ വിവാഹം കഴിഞ്ഞാണ് പ്രണയം തുടങ്ങുന്നത്. എങ്ങനെയായിരുന്നു? ഞാനൊക്കെ അങ്ങനെയായിരുന്നു. വിവാഹം കഴിഞ്ഞാണ് പ്രണയം തുടങ്ങുന്നത്. പിന്നെ ഭാര്യ പിടിച്ചു, ഞാൻ നിർത്തി. അത് ദിലീപേട്ടനോട് ലിസ്റ്റിന്റെ പടം. അതാണ് ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ്. ഞാൻ അടുത്ത ചോദ്യം വരാൻ പോയിരുന്നു. ഞാൻ രാഷ്ട്രീയമൊക്കെ ധ്യാൻ എങ്ങനെ ധ്യാൻ അത് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. എന്നെ ഈ ജോലി ഇത് ചെയ്യുന്നില്ലേ? ഞാനിപ്പോ സംസാരിച്ചാലും നല്ല സ്വീറ്റ് ആയിട്ടല്ലേ സംസാരിക്കാം. ആ ഒരു ധാർഷ്ട്യഭാവോ അല്ലെങ്കിൽ ആ ഒരു ഇതൊക്കെ ഞാനിപ്പോ ചെയ്യുമ്പോ എന്തായാലും ധാർഷ്ട്യമുള്ള ആൾക്കാരായിട്ട് തോന്നിയിട്ടുണ്ടോ? ചിലര് ഇവിടുത്തെ ആരെക്കുറിച്ച് അങ്ങനെയുള്ള ഒരാളെ പേര് എനിക്ക് ഒരു പേര് പറയാമോ? പേര് ലാലേട്ടൻ പ്രത്യേകിച്ച് പറയുന്നുണ്ടല്ലോ, ഒരാളുടെ പ്രൈവസിയാണ് അത്, അയാളുടെ ഫാമിലി പ്രൈവസിയാണ് അത്. ഇപ്പൊ തന്നെ സിജോയെ അടിച്ചിട്ടപ്പോ അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ട് നമ്മളെ ഒന്നും കാണിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ജാസ്മിൻ ഉപ്പയ്ക്ക് വയ്യാഞ്ഞപ്പോൾ വിളിച്ചത്. അതിന്റെ ഒപ്പം എന്തൊക്കെ ഫാമിലി ആണെന്നുണ്ടെങ്കിലും ഒരു കോഡ് ലാംഗ്വേജിലൂടെ അല്ലെങ്കിൽ മറ്റു ഭാഷകളിലൂടെ പുറമെ എങ്ങനെയാണ് ജാസ്മിൻ തന്നെ വിലയിരുത്തുന്നത്? ബിഗ് ബോസിൽ ഇരിക്കുന്നവർ പൊട്ടന്മാരാണോ? ബിഗ് ബോസിൽ ഇരിക്കുന്നവരൊന്നും പൊട്ടന്മാരല്ല. ബിഗ് ബോസിൽ ഇരിക്കുന്നവർ പൊട്ടന്മാരല്ല, പക്ഷെ ബിഗ് ബോസിൽ ഇരിക്കുന്നവർ ചെയ്യുന്നതുകൊണ്ട് കാണുന്നവരാണ് പൊട്ടന്മാരാവുന്നത്. ബേസിൽ ചേട്ടന്റെ കാര്യം പറഞ്ഞപ്പോ ഫസ്റ്റ് വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങുന്ന സമയത്ത് ബേസിൽ ചേട്ടന് ധ്യാൻ ചേട്ടനെ ഒന്ന് എയറിൽ കയറ്റിയായിരുന്നു. അതിനുശേഷം തിരിച്ച് എയറിൽ കയറ്റിന്നൊക്കെ ഒരു വീഡിയോ വന്നായിരുന്നു. ഈ ആഴ്ച എയർ കയറുന്ന നീ ഇത് ചോദിക്കുന്ന എനിക്ക് മനസ്സിലാവത്തില്ല. ഓപ്പോസിറ്റ്സ് അട്രാക്ട് എന്ന് പറഞ്ഞ പോലെ ചിലപ്പോ നമ്മുടെ ലൈഫിൽ ഭയങ്കര ഇന്റർവേർട്ട് ആയിട്ടുള്ള ആളും ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർ തമ്മിൽ ഭയങ്കര കെമിസ്ട്രി ആയിരിക്കും. ചിലപ്പോ ലൈക്ക് ആൾക്കാരെ മുന്നിൽ കാണുമ്പോൾ ഇവർ ഭയങ്കര ഓഫ് ആണല്ലോ എന്ന് തോന്നുന്നെങ്കിൽ പോലും ചിലപ്പോൾ അവരുടെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള സമയത്തൊക്കെ അവർ ഭയങ്കര കെമിസ്ട്രി ആയിരിക്കും. അങ്ങനെ ഒരു കെമിസ്ട്രി ഞങ്ങൾക്ക് ഓഫ് സ്ക്രീൻ ഉണ്ടല്ലേ? ഞാൻ പ്രണയിച്ചിട്ടുണ്ട്. പിന്നെ പ്രണയം തോന്നാത്ത ആൾക്കാരുണ്ടോടാ? ഈ പ്രേമമുണ്ട്, പ്രണയമുണ്ട്, ഇൻഫാക്ച്വേഷൻ ഉണ്ട്. പ്രേമവും പ്രണയവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ചേച്ചി? അല്ല, ഇൻഫാക്ച്വേഷൻ മോഹൻലാലും പ്രേമത്തിന് നിവിൻ പോളിയാണ്. നമസ്കാരം. ജയറാമേട്ടൻ ഏത് വേദിയിൽ വന്നാലുവേ ആദ്യം എന്താണ് ആവശ്യപ്പെടുന്നതെന്നുള്ളത് എനിക്കറിയാം. ഒരു വേദി കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്നൊരു ചെണ്ടമേളം അങ്ങ് വായിച്ചില്ലെങ്കിലുണ്ടല്ലോ ഉറക്കം പരിഹരിയ ജയറാമേട്ടൻ. അത് മസ്റ്റാ. അല്ലല്ല, ഞാനിപ്പോ അതിനു വേണ്ടിട്ടല്ല ഇവിടെ വന്നത്. അല്ല, ചെണ്ട ഞാൻ കൂട്ടുന്നുണ്ടെന്ന് ചുമ്മാ അടിച്ചാ മതി. സിംഹത്തിനെ നമ്മൾ ഒറിജിനൽ സിംഹത്തിന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ആനിമെട്രോണിക്സ് ഉണ്ട്, VFX ഉണ്ട്. അവസാനം പറഞ്ഞ രണ്ടെണ്ണം എന്താണെന്ന് അറിയാവോ കുട്ടിക്ക്? ഇല്ല, VFX എനിക്കറിയാം. എന്താണത്? VFX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫിക്സ്.
വിഷ്വൽ എഫക്ട്സ്. അയ്യടാ ഞാൻ പഠിച്ചത് അല്ലേ വിഷ്വൽ ഗ്രാഫിക്സ്. അതാണ് ഗ്രാഫിക്സിന്റെ അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. അങ്ങനെ വെറുതെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട്. എനിക്ക് ചേട്ടൻ പറ VFXന്റെ ഫുൾ ഫോം പറ ചേട്ടൻ പറ VFXന്. ഇവിടെ നിൽക്കണ ഏതെങ്കിലും ഒരു തന്നെ അറിയാവോ നോക്കട്ടെ. ഇമാതിരി ഒരു പരിപാടിക്ക് ചുമ്മാതിരുന്ന് എന്നെ വിളിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സാർ, വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന്. അമ്മാതിരി കമന്റ് ഒന്നും വേണ്ട കേട്ടോ. എമ്മാതിരി ഇമാതിരി എമ്മാതിരി ചുമ്മാതിരി. എനിക്ക് സാർ ഇവിടെ വന്ന് നിൽക്കുക, ഞാൻ ഇവിടെ വന്ന് പ്രസംഗിച്ചു. VR കളിച്ചിട്ടുണ്ടോ? ഇല്ല. കളിക്കാൻ താല്പര്യമുണ്ടോ? ഇല്ല. അപ്പം ധ്യാൻ എന്ന് പറഞ്ഞിട്ട് പറയാണ്, ഇനി അങ്ങോട്ട് ട്രോൾ മെറ്റീരിയൽ ആകാനും ഇന്റർവ്യൂ സ്റ്റാർ ആയിട്ട് ഒതുങ്ങി പോകാനും നിൽക്കുന്നില്ല, ഒരു ഗ്യാരണ്ടി ആക്ടറിലേക്ക് ഉയരാനാണ് ശ്രമം. ഇത് ഞാൻ പറഞ്ഞു ചെയ്യിപ്പിച്ചെന്നല്ലേ പറയുള്ളൂ. ഇതിന്റെ പുറകിൽ ഒരു ടീം എഫേർട്ട് ഉണ്ട്. മുതൽ ഇങ്ങനത്തെ സാധനങ്ങൾ ഞാൻ ഇറക്കും, പഠിച്ചിടും. നല്ല PR ടീമിനെ കിട്ടിയാ മതി. ചേട്ടൻ ഇറക്കി. ഇത് സത്യമായിട്ടും ഇത് വന്നതാണോ? ശരിക്കുള്ള ഇതാണോ? കൊല്ലപ്പള്ളി ദിനേശ് ഇതിന്റെ പുറകിൽ, ഇതിന്റെ പ്രൊഡ്യൂസർ. എല്ലാരും ഇരുന്ന് കാണുന്നൊരു വീഡിയോ ആണ്. ആക്ച്വലി അത് ഞാനാണ് ചെയ്തത്. ജയറാമേട്ടൻ്റെ കൂടെ ചെയ്തേക്കുന്നത് ഞാനാണ്, അഭിനയിച്ചേക്കുന്നത്. അപ്പൊ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോ ഭയങ്കര ഹാപ്പി ആയി. കാരണം ചേട്ടനൊക്കെ അത് ഇപ്പോഴും റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അത് നീ ഉള്ളത് കൊണ്ടല്ല, ഞാൻ റെക്കഗ്നൈസ് പോലും ചെയ്തിട്ടില്ല. എന്തുവാടാ അത്? റോഡിന് നടുക്കൊണ്ട് വണ്ടി വെച്ചേക്കുന്ന മടൽ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? റോഡിന് നടുക്കാടാ വണ്ടി കൊണ്ട് വെച്ചേക്കുന്ന? നോ നോ നോ, ഐ ഡോണ്ട് കെയർ. നിന്റെ അടുത്ത് ഞാൻ സംസാരിക്കുന്ന നീ കേൾക്കുന്നുണ്ടോ? ഹേ മാൻ, വാട്സ്ആപ്പ്. ഓഹോ, വാട്സ്ആപ്പ്. അടികപ്പേര് കുട്ടമണിയൊക്കെ പ്രതീക്ഷയുള്ള സിനിമകളാണ്. പ്രീക്വല് നല്ല ആകുമ്പോ സീക്വൽ അതിനേക്കാളും മുകളിൽ നിൽക്കണമല്ലോ. അപ്പൊ അതിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു കഥ ആദ്യം ഉണ്ടാക്കണം. അതിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു കഥ എന്റെ ജീവിതത്തിൽ നടന്നൊരു കഥയായതുകൊണ്ടും അതെനിക്ക് ചിരിക്കാൻ ഒരുപാടുള്ള ഒരു സംഭവം ആയതുകൊണ്ടും ഞാനത് പ്രതീക്ഷിക്കുന്നത് അത് അത്യാവശ്യം തിരക്കേടില്ലാതെ പോകും. അതിപ്പോ നമുക്ക് ഈ കോളേജ് കഴിഞ്ഞിട്ട് ഒരുപാട് വർഷം കഴിഞ്ഞിട്ടുള്ള കഥയായിരിക്കും, അതിനോട് ചേർന്ന് തന്നെ അതപ്പം കണ്ടാൽ മതി. അനുവിനെ മനസ്സിലാവുന്നില്ല. ഈ ആഡിന് വേണ്ടി അനുവിനെ എടുക്കുന്നതിന്റെ പ്രധാന കാര്യം ഈ സുന്ദരികളായിട്ടിരിക്കുന്ന ആൾക്കാർ. ചേട്ടാ ഒരു കാര്യം ചെയ്യും, ചേട്ടാ ആ ആഡിന്റെ ആ ഡീറ്റെയിൽസ് ഫുള്ള് എനിക്ക് വാട്സ്ആപ്പ് ആഡിന്റെ ഡീറ്റെയിൽസ് എന്താണ്? കൂടുതൽ എന്താ, 4 കാലുണ്ട്, ഒരു വാലുണ്ട്, ഒരു തലയുണ്ട്, 2 ചെവിയുണ്ട്. ആടിനൊക്കെ അത്ര ഡീറ്റെയിൽസ് അല്ലേ ഉള്ളൂ പറയുന്നത്. സെറ്റാക്ക്